കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തലവെട്ടണമെന്ന് ആഹ്വാനം ചെയ്ത തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയ്ക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്ന് ബി.ജെ.പി. മഹുവയ്ക്കെതിരെ ബി.ജെ.പി. നേതാക്കൾ പോലീസിൽ പരാതിയും നൽകി. മഹുവയുടെ വാക്കുകൾ IS ശൈലിയാണെന്നും ബി.ജെ.പി. വിമർശിച്ചു. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റം തടയാനായില്ല എങ്കിൽ ആദ്യം അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്നായിരുന്നു മഹുവയുടെ വിവാദ പ്രസ്താവന. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിവാദപരവും രാജ്യദ്രോഹവുമായിട്ടുള്ള പ്രസ്താവനയാണ് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര നടത്തിയിട്ടുള്ളത്. അതായത് ബംഗാളിൽ ദയാലിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്ന വിവാദപരമായിട്ടുള്ള പ്രസ്താവന മഹുവ മൊയ്ത്ര നടത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴായിരുന്നു പ്രതികരണം. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർ ബംഗാളിന്റെ മണ്ണിൽ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. ഒപ്പം അവർ അമ്മമാരുടെയും സ്ത്രീകളുടെയും സഹോദരിമാരുടെയും എല്ലാം ജീവന് ഭീഷണി ഉയർത്തുന്നു, അവരുടെ മാനത്തിന് ഭീഷണിയാകുന്നു. അത്തരത്തിലുള്ള സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്ന പ്രതികരണമാണ് മഹുവ മൊയ്ത്ര നടത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലവിൽ കേന്ദ്ര ഏജൻസികൾ ശക്തമായ നടപടിയെടുക്കുകയും അതിന് ബംഗാളിലെ മമതാ സർക്കാർ, തൃണമൂൽ സർക്കാർ തന്നെ വിലങ്ങുതടിയാവുകയും BSFന്റെ ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുന്നത് പോലും ഭൂമി വിട്ടു നൽകാതിരിക്കുകയും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ട് ബാങ്കായി സംരക്ഷിക്കുകയും ചെയ്യുന്ന അതേ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് മഹുവ മൊയ്ത്ര ഈ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്ന വിവാദപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ തലവെട്ടണം എന്ന പ്രസ്താവനയാണ് മഹുവ മൊയ്ത്ര നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. BJPയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം തൃണമൂലിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. താലിബാന്റെ സ്വഭാവമാണ്, താലിബാൻ ശൈലിയാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്ന താലിബാൻ ശൈലിയാണ്. നേരത്തെയും ഈ ശൈലി തൃണമൂൽ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്ന സ്വഭാവം തൃണമൂലിനുണ്ട് എന്നുള്ളതാണ് BJP നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ളത്. കൂടാതെ BJP ഇതിനോടകം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മഹുവ മൊയ്ത്രയ്ക്കെതിരെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ തലവെട്ടണം എന്ന പ്രതികരണത്തിന് കൃത്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് കൃത്യമായി കേസെടുത്ത് നടപടി ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP നേതാക്കൾ ഇതിനോടകം തന്നെ ബംഗാളിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മഹുവയുടെ പ്രതികരണത്തിനെതിരെ പ്രതിഷേധവും പരാതിയും ശക്തമാകുന്നു. നേരത്തെയും മഹുവയുടെ പാർലമെന്റിലെ പ്രവർത്തനങ്ങളിൽ അസ്വാഭാവികതയുണ്ട് എന്നതിന്റെ കാര്യത്തിൽ എത്തിക്സ് കമ്മിറ്റി അന്വേഷണം നടത്തുകയും മഹുവയെ MP സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹീരാനന്ദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട്, അതായത് ഭാരത വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തു നിന്നുള്ള വ്യവസായികളുടെ താല്പര്യത്തിനനുസരിച്ച് പാർലമെന്റിൽ പ്രവർത്തിക്കുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വോട്ട് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വ്യക്തമായതിനെ തുടർന്ന് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നൽകുകയും അതിൻ്റെ തുടർന്ന് കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് ഈ മഹുവ മൊയ്ത്രയ്ക്ക് സ്വയം ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. മുമ്പും അത്തരത്തിൽ ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളാണ് മഹുവ മൊയ്ത്ര. ആ മഹുവ മൊയ്ത്രയാണ് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റ വിഷയത്തിൽ അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്ന വിവാദപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയത്. പ്രതിഷേധം ശക്തമാണ്. BJP നേതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.